ഇപ്പോ സമീപകാല കേരളം എടുത്താല് ഒരു അസംബ്ലിയില് UDF ഭരിക്കുന്നു. ആ ഭരണത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളോട് RSS നേതാവ് പരസ്യമായി പറയാണ്, ഞങ്ങള് 41 സീറ്റിൽ പിന്താങ്ങിയത് കൊണ്ടാണ് നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. അതല്ലേ വസ്തുത? ഇങ്ങനെയുള്ള ധാരണകളല്ലേ ഉണ്ടാക്കിയിരുന്നത്? വോട്ട് കച്ചവടം എത്ര വലിയ വിവാദമായതാണ്. അത് BJPക്കകത്ത് വിവാദങ്ങൾ ഉണ്ടാക്കി, വോട്ട് വിറ്റതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എല്ലാം കോൺഗ്രസും BJPയുമായി ബന്ധപ്പെട്ടല്ലേ ഉണ്ടായത്. ഞങ്ങളെ ആ ഘട്ടത്തിലൊന്നും ഒരിടത്തും ചിത്രത്തിലില്ലാലും ഇത്തരം ഒരു ആരോപണത്തിനും ഞങ്ങൾ വിധേയരായിട്ടില്ല. ഇപ്പോ സമീപകാലത്തെത്തിയാൽ തൃശ്ശൂരില് BJP ജയിച്ചു. അതിനു മുൻപ് നേമത്ത് BJP അസംബ്ലി റെക്കോർഡ് തുടങ്ങി. എങ്ങനെയായിരുന്നു നേമത്ത് അസംബ്ലി റെക്കോർഡ് തുടങ്ങാൻ കഴിഞ്ഞത്? നേമത്തുള്ള കോൺഗ്രസ് വോട്ടുകൾ കാണാനില്ല. അതേസമയം അതിനടുത്തുള്ളൊരു മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് ജയിച്ചു വരുന്നു. അവിടെ BJPയുടെ വോട്ടും കാണാനില്ല. എല്ലാം ധാരണയായിരുന്നില്ല. BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തതില്ല. 2021 അവിടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഞങ്ങൾ പരസ്യമായി പറഞ്ഞല്ലോ, ഈ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും. അത് പൂട്ടിക്കാനായില്ല. തൃശ്ശൂർ പാർലമെന്റ് സീറ്റ് എന്താ സംഭവിച്ചത്? എങ്ങനെയാണ് BJPക്ക് ജയിക്കാനായത്? അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ട് എവിടെ പോയി? ഞങ്ങളും ജയം പ്രതീക്ഷയാണ്, ഞങ്ങൾ പരാജയപ്പെട്ടു. പക്ഷേ അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ കുറവ് വന്നില്ല. കോൺഗ്രസിന് വലിയ കുറവ് വന്നല്ലോ. ഇതെല്ലാം നമ്മുടെ കേരളത്തിന്റെ അനുഭവമല്ലേ.